വന്നിരിക്കുന്ന ഡൈനാടെക്കിൻ്റെ ഒരു മോണിറ്റർ സ്പീക്കർ സിസ്റ്റമാണ്. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല, HF വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഡൈനാടെക്കിൻ്റെ 15A HP 15A എന്ന മോഡലാണ്. ഇത് നമ്മൾ കൂടുതലും സ്റ്റേജ് മോണിറ്ററുകളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മോണിറ്റർ സ്പീക്കർ സിസ്റ്റം, പവേഡ് സ്പീക്കറാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഇൻപുട്ട് സെക്ഷൻ. മുകളിൽ ഹീറ്റ് സിങ്കിൽ കാണുന്നതാണ് നമ്മുടെ ആംപ്ലിഫയർ സെക്ഷൻ. ഇതിനകത്ത് ചെറിയൊരു മിക്സറുണ്ട്. ഇൻപുട്ടിനകത്ത് 2 മൈക്ക് ഇൻപുട്ട് കൊടുക്കുക, ലൈൻ ഇൻപുട്ട് കൊടുക്കുക, പിന്നെ ബാസ് ആൻഡ് ട്രബിൾ കൺട്രോളുണ്ട്, പിന്നെ ആണെങ്കിൽ ഒരു മാസ്റ്റർ കൺട്രോളും ലൈൻ വോളിയം കൺട്രോൾ ചെയ്യാൻ ഒരു കൺട്രോളും ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓവറോൾ ലുക്ക്. നമുക്കിതൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിൻ്റെ LF, അതായത് നമ്മുടെ 15 ഇഞ്ച് സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഞാൻ നമ്മുടെ മോട്ടർ സ്പീക്കറിൻ്റെ ആംപ്ലിഫയറിൻ്റെ പ്ലേറ്റ് ഊരിയെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ ബാക്കിലുള്ള അലൻ കീ സ്ക്രൂകളെല്ലാം നമ്മൾ അഴിക്കുകയാണ്. എല്ലാം അഴിച്ചിട്ടുണ്ട്. അഴിച്ച് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ആംപ്ലിഫയർ പ്ലേറ്റ്. ഈ കാണുന്നതാണ് ആംപ്ലിഫയർ പ്ലേറ്റ്. ഈ കാണുന്ന നമ്മുടെ ഇൻപുട്ട് സെക്ഷൻ വരുന്ന ബോക്സാണ്. ഇതിനുള്ളിലാണ് നമ്മുടെ ആഡിയോ ഇൻപുട്ട് സെക്ഷൻ. അങ്ങനെ 2 പ്ലേറ്റുകളായിട്ടാണ് ഇതിനകത്ത് നമ്മുടെ ബാക്കിൽ ഇത് ഫിക്സ് ചെയ്തേക്കുന്നത്. ആ കാണുന്ന നമ്മുടെ HF ഡ്രൈവും ഇത് LF ഡ്രൈവുമാണ്. LF ഒരു 15 ഇഞ്ചിൻ്റെ 400 വാട്ടിൻ്റെ സ്പീക്കറും HF ഒരു 50 വാട്ട്സ് ട്യൂട്ടറുമാണ് വന്നേക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ ട്രാൻസ്ഫോമർ, ടൊറോഡിയൽ ട്രാൻസ്ഫോമറാണ്. 68 28 2 വോൾട്ടേജാണ് ഇതിനകത്ത് വരുന്നത്. അതായത് നമ്മുടെ ആംപ്ലിഫയർ പ്ലേറ്റിൽ 2 ആംപ്ലിഫയറുകൾ വരുന്നുണ്ട്. അതിൽ HF ഡ്രൈവിന് ഒരു ആംപ്ലിഫയറും, അതൊരു IC ബേസ്ഡ് ആംപ്ലിഫയറാണ്. LF ഡ്രൈവ് ചെയ്യാൻ ട്രാൻസിസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയറുമാണ് വരുന്നത്. ഞാൻ ഈ കാണിക്കുന്നതാണ് ഒരു പവർ ഇൻപുട്ട്. ഈ കാണിക്കുന്ന ട്രാൻസ്ഫോമറിൽ നിന്നുള്ള പവർ ഇൻപുട്ട് കൊടുക്കുന്ന സെക്ഷനാണ്. അത് നമ്മുടെ ഗ്രൗണ്ടും പിന്നെ ഔട്ട്പുട്ടും, LF ഔട്ട്പുട്ട് ഒരെണ്ണം വരുന്നുണ്ട്, അവിടെ ഒരു ഗ്രൗണ്ട്, HFൻ്റെ LFൻ്റെ ഗ്രൗണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട്. ആ കാണിക്കുന്ന ട്രാൻസിസ്റ്ററുകളാണ്. ഇതാണ് നമ്മുടെ HF ഡ്രൈവ് ചെയ്യുന്ന IC ആണ് കാണിക്കുന്നത്. നമ്മുടെ ഹൈ ഫ്രീക്വൻസി ഡ്രൈവ്, അതായത് നമ്മുടെ ട്യൂട്ടർ, ഈ IC നിന്നാണ് നമുക്ക് ട്യൂട്ടറിനുള്ള ഔട്ട് കിട്ടുന്നത്. അത് അതിൻ്റെ ഫ്യൂസുകൾ. ഇത് LFൻ്റെ ഫ്യൂസുകളാണ്, LFൻ്റെ പവർ സപ്ലൈയുടെ ഫ്യൂസുകളാണ് കാണിക്കുന്നത്. ആ 2 മെയിൻ ഫ്യൂസുകളാണ്. റെഗുലേറ്റിംഗ് ICകളും പിന്നെ ഫിൽറ്റർ സെക്ഷനും ഒക്കെയാണ്. ആഡിയോ സെക്ഷനാണ് ഈ കാണിക്കുന്നത് മൊത്തം. അപ്പോൾ ഇതിനകത്തുള്ള കമ്പോണൻസൊക്കെ ഒന്ന് ക്ലോസ് കാണിക്കുകയാണ്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ആംപ്ലിഫയർ സർവീസിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് നോക്കാൻ വേണ്ടി. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ടർ ലുക്ക്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പ്ലേറ്റാണ്. ഇതാണ്ട് ഞാൻ ഇതിപ്പം ജസ്റ്റ് നോക്കിയപ്പം കണ്ടാണ് നമ്മുടെ ഒരു ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററിൻ്റെ ലെഗ് ഊരി സോൾഡറിങ് വിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊരു കംപ്ലൈൻ്റ് ആയിരിക്കും, നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുന്നില്ല. അതിൻ്റെ തൊട്ടടുത്ത ട്രാൻസിസ്റ്ററിൻ്റെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ലെഗ് റിമൂവ് ആയിരിക്കുമെന്ന് തോന്നുന്നു. അത് ഇളവിയിട്ട് നമ്മുടെ ഹീറ്റ് സിങ്കുമായിട്ട് തട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ അത് ബോർഡ് അഴിച്ചിട്ട് നമ്മുടെ 2 ട്രാൻസിസ്റ്റർ അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കി. ട്രാൻസിസ്റ്ററിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ലെഗ് ബോർഡിൽ നിന്ന് വിട്ട് കിടന്നതാണ്. അപ്പം ഡ്രൈ ആയിട്ട് വിട്ട് കിടന്നതാണ്. നേരത്തെ ആരോ ഈ ട്രാൻസിസ്റ്റർ റീപ്ലേസ് ചെയ്തതാണ്. പുതിയ ട്രാൻസിസ്റ്ററിന് പകരം പഴയ യൂസ് ചെയ്ത ട്രാൻസിസ്റ്ററാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. അപ്പം ലെഗിന് നീളക്കുറവായിരുന്നു. അപ്പോൾ അതായിരിക്കും അത് വിട്ടുപോകാൻ കാരണം. അപ്പം ഞാൻ അത് വീണ്ടും വൃത്തിയായിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഊരിപ്പോകാത്ത വിധം അങ്ങനെ ഞാൻ ബോർഡിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ വീണ്ടും അത് ഹീറ്റ് സിങ്കിൽ ഹീറ്റ് സിങ്കിലേക്ക് റീഫിക്സ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് ഹീറ്റ് സിങ്കിൽ വീണ്ടും പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററിൻ്റെ ലെഗ് ബോർഡിൽ നിന്ന് വിട്ടതായിരുന്നു. ഞാൻ അത് സോൾഡർ ചെയ്ത് അത് കറക്റ്റ് ചെയ്തു. ആ 2 ട്രാൻസിസ്റ്ററും ലെഗ് ഡ്രൈ ആയിട്ട് ബോർഡിൽ നിന്ന് വിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അത് ഒട്ടിച്ച് വീണ്ടും അതെല്ലാം ഫിക്സ് ചെയ്ത് ഹീറ്റ് സിങ്കിൽ നമ്മൾ വീണ്ടും അത് ഉറപ്പിച്ചിരിക്കുകയാണ്. ഫുള്ള് സെറ്റ് ചെയ്ത് പിന്നെ
നമുക്ക് അതിനകത്ത് ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ ട്രാൻസ്ഫോമർ ഉറപ്പിച്ചിരുന്നത്. ട്രാൻസ്ഫോമർ ബോർഡിലേക്ക് വീണ്ടും തിരിച്ചു പിടിപ്പിക്കണം. ബോർഡിൻ്റെ നമ്മുടെ ആംപ്ലിഫയർ ബോർഡിൻ്റെ ടോപ്പിലായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ട്രാൻസ്ഫോമർ ഫിക്സ് ചെയ്തിരുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമർ ഞാൻ പിടിപ്പിച്ചു. ഇനി ട്രാൻസ്ഫോമറിൻ്റെ സപ്ലൈകൾ നമുക്ക് ബോർഡിലോട്ട് കണക്ട് ചെയ്യണം. ട്രാൻസ്ഫോമർ ഒരു 4 സ്ക്രൂ വെച്ചാണ് ഇതിനകത്ത് പിടിപ്പിച്ചിരുന്നത്. അത് ഞാൻ ഉറപ്പിച്ചു. ഇനി ഇതാ ഇങ്ങനെ ഇരിക്കും നമ്മുടെ പ്ലേറ്റ്. ഇപ്പോൾ ഇത് നമ്മുടെ 68 വോൾട്ട് പവർ സപ്ലൈ ആണ്. 68 വോൾട്ട് കണക്ട് ചെയ്യുകയാണ്. 68, ഇത് രണ്ടും 68, 2 പോയിൻറ്റുകൾ. അത് നമ്മൾ ബോർഡിൽ കണക്ട് ചെയ്തു. അടുത്തത് ഇത് 28 വോൾട്ടാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ സൈഡിൽ കാണുന്നതാണ് അതിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ആ സപ്ലൈയുടെ ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് ആ കാണിക്കുന്നത്. ആ കറുത്ത ബോക്സ് പോലെ കാണുന്നത് അതിന് നേരെ കാണുന്നത്. അപ്പം 28 വോൾട്ടിൻ്റെ ലൈൻ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ സെൻറ്റർ ടാപ്പാണ്. എല്ലാത്തിനും കോമൺ ആയിട്ട് ഒറ്റ സെൻറ്റർ ടാപ്പാണ്. ഇപ്പോൾ സെൻറ്റർ ടാപ്പിൻ്റെ പോയിൻ്റാണ് ആ സെൻറ്ററിലായിട്ടുള്ള 3 ലെഗ് ടെർമിനൽ അടുപ്പിച്ചിരിക്കുന്നതിന് സെൻറ്ററിലായിട്ടുള്ള പോയിൻ്റിലാണ് സെൻറ്റർ ടാപ്പ് കൊടുക്കുന്നത്. സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമറിൽ നിന്നുള്ള സെൻറ്റർ ടാപ്പ്. അങ്ങനെ ട്രാൻസ്ഫോമറും ആംപ്ലിഫയറിൻ്റെ ബോർഡുമായിട്ടുള്ള കണക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് LFൻ്റെ HFൻ്റെയും വയർ കണക്ട് ചെയ്യാനുണ്ട്. HFൻ്റെ സ്പീക്കറുകളുടെ വയർ കണക്ട് ചെയ്യാനുണ്ട്. LF HF സ്പീക്കറുകളുടെ വയർ നമുക്ക് ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. അപ്പം ഇതിനായിട്ട് നമുക്ക് HFൻ്റെ LFൻ്റെയും വയറുകൾ ബോക്സിൽ നിന്ന് വെളിയിലെടുത്ത് ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ആദ്യം ഞാൻ LFൻ്റെ വയറാണ് നമ്മുടെ 15 ഇഞ്ച് സ്പീക്കറിൽ നിന്ന് വരുന്ന 2 വയർ. അതിലെ റെഡ് പോസിറ്റീവ്, ബ്ലാക്ക് നെഗറ്റീവാണ്. അപ്പം LFൻ്റെ പോസിറ്റീവ് ഔട്ട് വരുന്നത് നമ്മുടെ ആ ഗ്രൗണ്ടിൻ്റെ അങ്ങേ അറ്റത്തുനിന്ന് തന്നെയാണ്. അതായത് നമ്മുടെ സെൻട്രൽ ടാപ്പിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് വരുന്നത്. ഇതാണ് HFൻ്റെ 2 ലൈൻ. അത് ബ്ലൂവും ബ്ലാക്കുമാണ്. HFൻ്റെ പോസിറ്റീവ് ബ്ലൂവും ബ്ലാക്ക് ഗ്രൗണ്ടുമാണ്, നെഗറ്റീവ് വയറുമാണ്. ആ 2 വയറും നമുക്കിനി ഇതിലേക്ക് കണക്ട് ചെയ്യാനുണ്ട്. നമുക്ക് ആദ്യം HFൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യാണ്. HFൻ്റെ പോസിറ്റീവ് ലൈൻ ICയുടെ അടുത്തുനിന്ന് ഒരു ടെർമിനൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. HF ഔട്ടാണ്. ഇനി HFൻ്റെ നെഗറ്റീവ് നമ്മുടെ സെൻറ്റർ ടാപ്പിൻ്റെ അടുത്തായിട്ട് തന്നെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, HF നെഗറ്റീവ് എന്ന് പറഞ്ഞ്. അപ്പം അത് അവിടെ കണക്ട് ചെയ്തു. HFൻ്റെയും LFൻ്റെയും നെഗറ്റീവ് എല്ലാം കോമൺ ആണ്, എല്ലാം ഗ്രൗണ്ട് പോയിൻ്റ് തന്നെ. അതായത് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ പവർ സപ്ലൈയുടെ സെൻറ്റർ ടാപ്പ് പോയിൻ്റിൽ നിന്ന് തന്നെയാണ് എല്ലാത്തിൻ്റെയും നെഗറ്റീവ് വരുന്നത്. അപ്പം നമ്മളിതെല്ലാം കണക്ട് ചെയ്തു. ഇനി നമുക്ക് ചെക്കിങ്ങിലേക്ക് പോകാം. അപ്പം ഞാൻ ആദ്യം പവർ കേബിൾ കുത്തി ഓഡിയോ ലൈൻ ഇൻപുട്ട് കൊടുക്കാനുള്ള ഇൻപുട്ട് ലൈൻ കുത്തി പവർ ഓൺ ചെയ്തു. നമ്മുടെ ബോക്സ് ഓണായി. ഞാൻ ലൈൻ ലെവൽ ഒരു പാതി, വോളിയം പാതി വെച്ച് തുറന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് മിക്സറിൽ നിന്നൊരു സോങ് ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. റെഡി ആയിട്ടുണ്ട്.